Hello friends, welcome to the class. നമ്മൾ നോക്കാൻ പോകുന്നത് 7th standard social science 5th unit economic sourcesന്റെ second part ആണ്. Poverty alleviation programs വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. Poverty alleviation programs പറഞ്ഞാൽ ദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾ. Governments are trying to ensure food security by strengthening the public distribution system and implementing various poverty alleviation programs. എല്ലാ ഗവൺമെൻറ്റും എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? നമ്മുടെ ഭക്ഷ്യസുരക്ഷ ഫുഡ് സെക്യൂരിറ്റി ഉറപ്പാക്കുകയും അതെങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്? നമ്മുടെ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താ? പൊതു വിതരണ കേന്ദ്രങ്ങൾ. ഇപ്പോൾ റേഷൻ കടയൊക്കെ നമുക്കതിന് എക്സാമ്പിൾ പറയാം. സപ്ലൈകോ, മാവേലി സ്റ്റോഴ്സൊക്കെ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിന് എക്സാമ്പിളാണ്. അതുപോലെ തന്നെ പലതരം പ്രോജക്ട്സും പ്രോഗ്രാംസും ഒക്കെ സർക്കാർ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നുണ്ട്, നടപ്പിലാക്കുന്നുണ്ട് ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടി. ഹാവ് എ ലുക്ക് അറ്റ് ദി പ്രോജക്ട്സ് ആൻഡ് പ്രോഗ്രാംസ് ബീങ് ഇംപ്ലിമെൻറ്റഡ് ബൈ ദി ഗവൺമെൻറ്. ഈ ടേബിളിൽ പല പ്രോജക്ട്സും പ്രോഗ്രാംസും കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? അന്നപൂർണ, അന്ത്യോദയ അന്ന യോജന, മഹാത്മാഗാന്ധി റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി സ്കീം, സ്വർണ്ണ ജയന്തി ഷഹരി റോസ്ഗാർ യോജന. ഏതൊക്കെയാണ് ഗവൺമെൻറ് പ്രോഗ്രാംസ്? ഇൻ്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം, മിഡ് ഡേ മീൽ പ്രോഗ്രാം അറ്റ് സ്കൂൾസ്. 10ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കൊക്കെ ഉച്ചഭക്ഷണം ഫ്രീ ആയി കൊടുക്കുന്നതാണ് ഈ മിഡ് ഡേ മീൽ പ്രോഗ്രാം. നാഷണൽ റൂറൽ ലൈവ്ലിഹുഡ് മിഷൻ. ഓക്കെ, അപ്പോൾ ഇതിനെയൊക്കെ പറ്റിയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് താഴെ പറയുന്നുണ്ട്. See the word web depicting the objectives of projects and programs being implemented at the government level. ഓരോ പ്രോജക്ട്സും ഒക്കെ എന്തുദ്ദേശിച്ചിട്ടാണ് ഗവൺമെൻറ് നടപ്പിലാക്കുന്നത് അതാണ് ഇവിടെ പറയുന്നത്. സ്വർണ്ണ ജയന്തി ഷെഹരി റോസ്ഗാർ യോജന. ഷെഹരി എന്ന് പറഞ്ഞാൽ എന്താ? സിറ്റി. അപ്പോൾ അർബൺ ഏരിയാസിൽ ജീവിക്കുന്ന ആൾക്കാർക്ക്, സിറ്റീസിൽ ജീവിക്കുന്ന ആൾക്കാർക്ക് ഉള്ള ബെനിഫിറ്റിന് വേണ്ടിയിട്ടാണ് സ്വർണ്ണ ജയന്തി റോസ്ഗാർ യോജന ചെയ്തിട്ടുള്ളത്. എൻകറേജസ് സെൽഫ് എംപ്ലോയ്മെൻറ്റ്, സ്വയം തൊഴിലിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്വർണ്ണ ജയന്തി റോസ്ഗാർ യോജന. മിഡ് ഡേ മീൽ പ്രോഗ്രാം എന്താണ്? ബെനിഫിഷ്യൽ ടു സ്റ്റുഡൻസ് അപ് ടു 8th സ്റ്റാൻഡേർഡ് ഇൻ ഓൾ ഗവൺമെൻറ് എയ്ഡഡ് സ്കൂൾസ്. ഗവൺമെൻറ് സ്കൂളിലെയും എയ്ഡഡ് സ്കൂളിലെയും കുട്ടികൾക്ക് 8ാം ക്ലാസ് വരെ ഫ്രീ ആയിട്ടുള്ള ഉച്ചഭക്ഷണം കൊടുക്കുക. എൻഷുർ ന്യൂട്രീഷ്യസ് ഫുഡ് ത്രൂ സ്കൂൾ. പോഷക ഗുണമുള്ള ഫുഡ് കുട്ടികളിലേക്ക് എത്തിക്കുക. നെക്സ്റ്റ് എന്താണ്? നാഷണൽ റൂറൽ ലൈവ്ലിഹുഡ് മിഷൻ ആണ്. പ്രൊവൈഡ്സ് അസിസ്റ്റൻസ് ടു സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സ്. സ്വയം സേവാ സംഘങ്ങൾക്കൊക്കെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റൂറൽ ലൈവ്ലിഹുഡ് മിഷൻ. പ്രൊവൈഡ്സ് ഫൈനാൻഷ്യൽ എയ്ഡ് ത്രൂ ബാങ്ക് ലോൺസ് ആൻഡ് സബ്സിഡീസ്. ബാങ്കുകളിൽ നിന്ന് ലോണുകളായും സബ്സിഡികളായും ഇങ്ങനെയുള്ള സംഘങ്ങളെ ഗവൺമെൻറ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇൻ്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം, സംയോജിത ശിശു വികസന പരിപാടി. നമ്മൾക്കറിയാം ഇറ്റ് ഈസ് ഇംപ്ലിമെൻറ്റഡ് ത്രൂ അംഗൻവാടികളിലൂടെയാണ് ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത്, നടപ്പിലാക്കിയിരിക്കുന്നത്. Children below 6 years of age, pregnant women, lactating mothers are the beneficiaries. 6 വയസ്സിനും താഴെയുള്ള കുട്ടികൾക്കും ഗർഭിണികളായ സ്ത്രീകൾക്കും അതുപോലെ തന്നെ പാല് കൊടുക്കുന്ന അമ്മമാർക്കുമൊക്കെയാണ് ഈ സ്കീമിൻ്റെ ബെനിഫിറ്റ് കിട്ടുക. അപ്പോൾ ഈ കുട്ടികൾക്ക് 3 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് അമൃതം പൊടി കൊടുക്കുന്നുണ്ട്. 3 വയസ്സ് തൊട്ട് അതിന് മുകളിലുള്ള കുട്ടികൾക്ക് വേറെ പല രീതിയിലുള്ള ഭക്ഷണങ്ങളും കൊടുക്കുന്നുണ്ട്. Ensures a fixed quantity of nutritious food. എല്ലാ കുട്ടികൾക്കും ഒരു നിശ്ചിത അളവിലുള്ള പോഷക ഭക്ഷണം ഇതുവഴി അവർ ഉറപ്പുവരുത്തുന്നുണ്ട്. നെക്സ്റ്റ് പറയുന്നത് എന്താ? അന്നപൂർണയാണ്. ബെനിഫിഷ്യൽ ടു പീപ്പിൾ ഹു ആർ അബൌട്ട് 65 years of age having no income. 65 വയസ്സിന് മുകളിലുള്ള സീനിയർ സിറ്റിസൺസിന് അവർക്ക് ജോലിയൊന്നും ഇല്ലെങ്കിൽ അവർക്കുള്ള ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുകയാണ് ചെയ്യുന്നത്. ഫ്രീ സപ്ലൈ ഓഫ് 10 kg ഓഫ് റൈസ് ത്രൂ റേഷൻ ഷോപ്പ്. റേഷൻ കടകളിലൂടെ 10 കിലോ അരി ഫ്രീ ആയി കൊടുക്കുന്നുണ്ട്. അന്ത്യോദയ അന്ന യോജന. ബെനിഫിഷ്യൽ ടു ദ പൂവറസ്റ്റ് ഫാമിലീസ് ബിലോ ദി പോവർട്ടി ലൈൻ. ഏറ്റവും താഴേക്കിടയിലുള്ള അല്ലെങ്കിൽ BPL കുടുംബങ്ങൾക്കൊക്കെ ഭക്ഷണം എത്തിക്കുന്നതിനാണ് ഈ യോജന നടപ്പിലാക്കിയിട്ടുള്ളത്. സപ്ലൈ ഓഫ് 35 kg ഓഫ് റൈസ് ആൻഡ് വീറ്റ് അറ്റ് ദ റേറ്റ് ഓഫ് ₹3 and $2 per month റെസ്പെക്റ്റീവ്ലി. എല്ലാ കുടുംബങ്ങൾക്കും 35 കിലോ അരി അത് 3 രൂപയ്ക്ക്, അല്ലെങ്കിൽ ഗോതമ്പാണ് മേടിക്കുന്നതെങ്കിൽ അത് 2 രൂപയ്ക്ക് ആൾക്കാരുടെ ഇടയിലേക്ക് എത്തിക്കുന്നു.
മഹാത്മാഗാന്ധി എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി പ്രോഗ്രാം. മഹാത്മാഗാന്ധി എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ എന്താ? മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും തൊഴിലുറപ്പ് പദ്ധതി. അതാണ് ഇവിടെ പറയുന്നത്. ബെനിഫിഷ്യൽ ടു ദോസ് ഹു ആർ ഹെൽത്തി ആൻഡ് വില്ലിംഗ് ടു വർക്ക്. ആരോഗ്യമുള്ള ആൾക്കാർക്കും അതുപോലെ തന്നെ വർക്ക് ചെയ്യാൻ തയ്യാറായിട്ടുള്ള ആൾക്കാർക്കും ഒക്കെ ഈ പദ്ധതി കൊണ്ട് ഗുണം ലഭിക്കുന്നുണ്ട്. ഗ്യാരണ്ടീസ് 100 days ഓഫ് എംപ്ലോയ്മെന്റ്. 100 ദിവസത്തെ ജോലി എന്തായാലും ഇതിലൂടെ ഉറപ്പ് പറയുന്നുണ്ട്. പേഴ്സൺസ് ഓഫ് ദി ഏജ് 18 ആൻഡ് എബവ് ക്യാൻ രജിസ്റ്റർ. 18 വയസ്സിന് മുകളിലുള്ള ആർക്കും ഇതിന് രജിസ്റ്റർ ചെയ്യാം. 1/3 ഓഫ് ദി ബെനിഫിഷ്യറീസ് ഷുഡ് ബി വുമൺ. ഈ ജോലി കൊടുക്കുന്നതിൽ 1/3 ഭാഗം എന്തായാലും സ്ത്രീകളായിരിക്കണം. അവർക്കായിരിക്കണം ഇതിൻ്റെ ഗുണം കൂടുതൽ ലഭിക്കുന്നത്. നെക്സ്റ്റ് പറയുന്നത് എന്താ? കേരള ആൻഡ് ദി പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. കേരളവും അതിൻ്റെ പൊതുവിതരണ മേഖലയും. ഓക്കെ, Kerala is not self-sufficient in food. So we depend on other states for food. Kerala has a strong public distribution system to ensure food security. The public distribution outlets in Kerala supply rice, food products and other essential commodities to the needy at a fair price. There are many agencies functioning with the objective of providing essential commodities to people at a fair price. കേരളം ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഇതുവരെ സ്വയം പര്യാപ്തത സെൽഫ് സഫിഷ്യൻസി അറ്റൈൻ കിട്ടിയിട്ടില്ല. കേരളം ഇപ്പോഴും പല സ്റ്റേറ്റ്സിനെയും അതിൻ്റെ ഭക്ഷ്യ ആവശ്യങ്ങൾക്ക് വേണ്ടി ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഗോതമ്പൊക്കെ വേറെ സ്റ്റേറ്റ്സിൽ നിന്നാണ് നമ്മൾ കേരളത്തിലേക്ക് കൊണ്ടുവരുന്നത്. കേരളത്തിലൊരു സ്ട്രോങ് ആയിട്ടുള്ള ശക്തമായ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ഉണ്ട്, പൊതുവിതരണ സംവിധാനമുണ്ട്. അങ്ങനത്തെ പൊതുവിതരണ സംവിധാനത്തിലൂടെ എന്തൊക്കെ ആൾക്കാരുടെ ഇടയിലേക്ക് എത്തുന്നുണ്ട്? റൈസ് എത്തുന്നുണ്ട്, ഫുഡ് പ്രോഡക്ട്സ് എത്തുന്നുണ്ട്, അതുപോലെ തന്നെ എസെൻഷ്യൽ കമ്മോഡിറ്റീസും എത്തുന്നുണ്ട്. പൊതുവിതരണ സമ്പ്രദായത്തിന് ഏതൊക്കെ നമുക്ക് എക്സാമ്പിൾ പറയാം? നന്മ സ്റ്റോഴ്സ് പറയാം, മാവേലി പറയാം, സിവിൽ സപ്ലൈസ് ഔട്ട്ലെറ്റ് ഉണ്ട്, ത്രിവേണി ഒക്കെ ഇതിന് എക്സാമ്പിളാണ്. അപ്പോൾ അതിലൂടെയൊക്കെ അരിയും അങ്ങനെ ഭക്ഷണ സാധനങ്ങൾ മാത്രമല്ല, എന്തൊക്കെയാണ് അവരുടെ ബേസിക് ആയിട്ടുള്ള ആവശ്യങ്ങൾ, അതിൻ്റെ എല്ലാ സാധനങ്ങളും അവർ അവിടേക്ക് എത്തിക്കുന്നുണ്ട്. There are many agencies functioning with the objective of providing essential commodities to people at a fair price. പുറമെയുള്ള കടകളിൽ നിന്നും ലഭിക്കുന്ന വിലയേക്കാൾ കുറവ് വിലയിൽ ഇങ്ങനെയുള്ള സ്റ്റോഴ്സ് ആൾക്കാരുടെ ഇടയിലേക്ക് സാധനങ്ങൾ എത്തിക്കുന്നുണ്ട്. പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം എന്താണെന്ന് കൊടുത്തിട്ടുണ്ട്. പ്രൊവൈഡ്സ് ഫുഡ് ഐറ്റംസ് ആൻഡ് അതർ എസെൻഷ്യൽ കമ്മോഡിറ്റീസ് ടു പീപ്പിൾ അറ്റ് റീസണബിൾ പ്രൈസ് ആൻഡ് എൻറ്റയർ ചെയിൻ ഓഫ് സച്ച് ഓർഗനൈസേഷൻ ആർ കൺട്രോൾ ബൈ ദി ഗവൺമെൻറ്. രാജ്യത്ത് ജീവിക്കുന്ന എല്ലാ ആൾക്കാർക്കും ഫുഡ് ഐറ്റംസും ഭക്ഷണ സാധനങ്ങളും അതുപോലെ തന്നെ എസെൻഷ്യൽ കമ്മോഡിറ്റീസ് നിത്യോപയോഗ സാധനങ്ങളും അവരുടെ ഇടയിലേക്ക് എത്തിക്കുന്നുണ്ട്. എന്ത് പ്രൈസിലാണ്? ന്യായമായ വിലയിലാണ് അത് എത്തിക്കുന്നതും. അങ്ങനെയുള്ള എൻറ്റയർ ചെയിൻ, അങ്ങനെയുള്ള ഇപ്പോൾ റേഷൻ കടകളാണെങ്കിലും നന്മ സ്റ്റോഴ്സ് ആണെങ്കിലും മാവേലി ആണെങ്കിലും അതിനെ മുഴുവൻ കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? ഗവൺമെൻറ് ആണ്. ജസ്റ്റ് ഫുഡ് പ്രൊഡക്ഷൻ, ഭക്ഷ്യോൽപാദനം നേരിടുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണെന്നാണ് നോക്കുന്നത്. പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഫുഡ് ആർ ഇഫക്റ്റീവ്ലി മാനേജ്ഡ് ബൈ ദി പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. അവർ ഫുഡ് പ്രൊഡക്ഷൻ സെക്ടർ still faces certain challenges. Let us have a look at these challenges. Look at the collage given below. പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിലൂടെ നമുക്ക് ഈ ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ വേണ്ട സമയത്ത് എത്തിക്കുന്നുണ്ട്. പക്ഷെ ഫുഡ് പ്രൊഡക്ഷൻ സെക്ടർ, ഭക്ഷ്യ ഉൽപാദന മേഖല പല രീതിയിലുള്ള പ്രോബ്ലംസും ഡിഫിക്കൽട്ടീസും ഫേസ് ചെയ്യുന്നുണ്ട്. അതിനെക്കുറിച്ചൊരു കൊളാഷ് താഴെ കൊടുത്തിട്ടുണ്ട്. ഇതിനെയാണ് കൊളാഷ് എന്ന് പറയുക. പേപ്പർ കട്ടിങ്സ് ആണ്. സബ്സിഡി കട്ട് ഷോർട്ട് ഫാമേഴ്സ് ഇൻ ക്രൈസിസ്. പല രീതിയിലുള്ള സബ്സിഡികളും ഇളവുകളും ഗവൺമെൻറ് നിർത്തിയിരിക്കുന്നു അല്ലെങ്കിൽ കുറച്ചിരിക്കുന്നു. അതിലൂടെ കർഷകർ പ്രതിസന്ധിയിലായിരിക്കുന്നു. മിസ്യൂസ് ഓഫ് ഫാം ലാൻഡ് സ്റ്റീപ്പ് ഡൗൺഫോൾ ഇൻ ഫുഡ് പ്രൊഡക്ഷൻ. ഫാം ലാൻഡ്സ്, കൃഷിഭൂമി മിസ്യൂസ് ചെയ്യുന്നു. അത് കൺസ്ട്രക്ഷന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ വേറെ പല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു. അതുകൊണ്ട് തന്നെ ഫുഡ് പ്രൊഡക്ഷൻ, ഭക്ഷ്യോൽപാദനം കുറഞ്ഞിരിക്കുന്നു. നാച്ചുറൽ കലാമിറ്റി, ഫോൾ ഇൻ ഫുഡ് ഗ്രെയിൻ പ്രൊഡക്ഷൻ. ഇപ്പോൾ ഫ്ലഡ്, വെള്ളപ്പൊക്കം വന്നാലൊക്കെ എന്താണ്? കൃഷി മുഴുവൻ നശിച്ചു പോകും. മഴ നല്ലോണം പെയ്താലും ഒരു പരിധിയിലധികം പെയ്താലും നമ്മുടെ കൃഷിയും പാടങ്ങളൊക്കെ നശിച്ചു പോകുന്നുണ്ട്. അപ്പോൾ എന്താണ്? അതിനെയാണ് നാച്ചുറൽ കലാമിറ്റീസ് എന്ന് പറയുക. അതുകൊണ്ടും നമ്മുടെ ഭക്ഷ്യോൽപാദനത്തിന് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നുണ്ട്. ഇക്കണോമിക് ക്രൈസിസ്, മേക്ക് മെക്കാനൈസേഷൻ പോസിബിൾ. കർഷകരുടെ സാമ്പത്തിക പ്രതിസന്ധി, യന്ത്രവൽക്കരണം അസാധ്യമാവുന്നു എന്നൊക്കെ പറയില്ലേ, അതിനെയാണ് മേക്ക് മെക്കനൈസേഷൻ പോസിബിൾ എന്ന് പറയുന്നത്.
Okay. The new collage given above displays some of the challenges faced by the food production sector. ഭക്ഷ്യോൽപാദന മേഖല നേരിടുന്ന ബുദ്ധിമുട്ടുകളാണ് ഈ കൊളാഷിലൂടെ നമ്മൾക്ക് കാണിച്ചു തരുന്നത്. അവരുടെ മെയിൻ ചാലഞ്ചസ് എന്തൊക്കെയാണെന്ന് ഇവിടെ ലിസ്റ്റ് ഡൗൺ ചെയ്തിട്ടുണ്ട്. ക്രോപ്പ് ഫെയിലിയേഴ്സ് ഡ്യൂ ടു നാച്ചുറൽ കലാമിറ്റീസ്, പ്രകൃതി ദുരന്തങ്ങൾ കൊണ്ട്, വെള്ളപ്പൊക്കം കൊണ്ടും കനത്ത മഴ കൊണ്ടും അവർക്ക് ക്രോപ്പ് ഫെയിലിയേഴ്സ്, വിളകളൊക്കെ നശിച്ചു പോകുന്നു. യൂസിങ് അഗ്രികൾച്ചറൽ ലാൻഡ് ഫോർ നോൺ അഗ്രികൾച്ചറൽ പർപ്പസസ്, അഗ്രികൾച്ചറൽ കൃഷിഭൂമി വേറെയുള്ള പർപ്പസുകൾക്ക് ഉപയോഗിക്കുന്നു. റെഡ്യൂസിങ് ദ റേറ്റ് ഓഫ് സബ്സിഡീസ്, കർഷകർക്ക് നൽകുന്ന വിവിധ രീതിയിലുള്ള ഇളവുകൾ വെട്ടിക്കുറയ്ക്കുന്നു. അണേബിൾ ടു പർച്ചേസ് അഗ്രികൾച്ചറൽ മെഷീൻസ്, എന്താണ് നമ്മൾ ലാസ്റ്റ് പോയിന്റിൽ പറഞ്ഞതാണ്. ഇക്കണോമിക് ക്രൈസിസ്, അവരുടെ കയ്യിൽ അത് മേടിക്കാനുള്ള പൈസ ഇല്ല, പല മെഷീൻസും വാങ്ങാനുള്ള പൈസ ഇല്ല, അതുകൊണ്ട് തന്നെ അതും ഒരു പ്രതിസന്ധിയാണ്. ക്ലൈമറ്റ് ചേഞ്ചസ്, കാലാവസ്ഥയിലുള്ള വ്യതിയാനങ്ങൾ. അണേബിൾ ടു എൻഷുർ ക്രോപ്പ് ഇൻഷുറൻസ്, ക്രോപ്സിന് അവരുടെ വിളകൾക്കൊന്നും ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കാൻ പറ്റുന്നില്ല. കാരണം എന്താണ്? കർഷകരുടെ കയ്യിൽ അതിനുള്ള പൈസ ഉണ്ടാവില്ല. എക്സസീവ് യൂസ് ഓഫ് ഫെർട്ടിലൈസേഴ്സ് റെഡ്യൂസിങ് സോയിൽ ഫെർട്ടിലിറ്റി, ഇപ്പോൾ കുറച്ച് നാളത്തേക്കുള്ള ലാഭം നോക്കിയിട്ട് കൂടുതലായിട്ടുള്ള ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്യുക വിളകൾ കൂട്ടാൻ വേണ്ടിയിട്ട്. പക്ഷെ ലാസ്റ്റ് എന്താ ഉണ്ടാവുക? റീപ്പിംഗ് ഗോൾഡ് ഫ്രം ദി സോയിലിൽ പഠിച്ചതാണ്. ലാസ്റ്റ് നമ്മുടെ വിളയെ തന്നെ അല്ലെങ്കിൽ നമ്മുടെ ഭൂമിയെ തന്നെ അത് സാരമായി ബാധിക്കുന്നു. It is essential that these issues and challenges be addressed to ensure food security by improving food production and distribution. നമുക്ക് ഫുഡ് സെക്യൂരിറ്റി ഉണ്ടാവണമെങ്കിൽ ആദ്യം ഇങ്ങനത്തെ ഇഷ്യൂസിനെയൊക്കെ നമ്മളൊന്ന് അഡ്രസ്സ് ചെയ്യണം, അതിനെയൊക്കെ നമ്മൾ ശരിയായ രീതിയിൽ നേരിടണം, എന്നെങ്കിൽ മാത്രമേ നമുക്ക് ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാൻ പറ്റൂ. ഫുഡ് സെക്യൂരിറ്റി ആക്ട് കൊടുത്തിട്ടുണ്ട്, പാസ് ചെയ്തത്, അത് തുടങ്ങിയത് എപ്പോഴാണ്? പാർലമെൻറ്റ് 2013 ബില്ല് പാസ്സാക്കിയതോടുകൂടെയാണ്. അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ഫുഡ് സെക്യൂരിറ്റി ഈസ് ദ ലീഗൽ ഒബ്ലിഗേഷൻ ഓഫ് ദി ഗവൺമെൻറ്. സുരക്ഷ എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ ലീഗൽ ഒബ്ലിഗേഷനാണ്, ഗവൺമെൻറ്റിൻ്റെ നിയമപരമായിട്ടുള്ള കടമയാണ്. എൻഷുർ അഡിക്വേറ്റ് ന്യൂട്രീഷ്യസ് ആൻഡ് ഹൈ ക്വാളിറ്റി ഫുഡ് ഐറ്റംസ് അറ്റ് ഫെയർ പ്രൈസസ് ടു ഓൾ പീപ്പിൾ. അവിടെ ഇന്ത്യയിൽ താമസിക്കുന്ന ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള അഡിക്വേറ്റ് ആയിട്ടുള്ള ഭക്ഷണം, അതുപോലെ തന്നെ ന്യൂട്രീഷ്യസ് പോഷണ ഗുണമുള്ളതും ഹൈ ക്വാളിറ്റി ഫുഡ്സും എല്ലാവരുടെ ഇടയിലേക്കും ന്യായമായ വിലയ്ക്ക് എത്തിക്കുക. അവൈലബിലിറ്റി ഓഫ് ഫുഡ് ഈസ് എ ലീഗൽ റൈറ്റ് ഓഫ് സിറ്റിസൺസ്. എല്ലാ ഇന്ത്യൻ പൗരന്മാരുടെയും നിയമപരമായിട്ടുള്ള അവകാശമാണ് അവർക്ക് ഭക്ഷണം കിട്ടുക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് ഫുഡ് സെക്യൂരിറ്റി ആക്റ്റിൽ പറയുന്നത്. അപ്പോൾ ഉള്ള പാടാണ്, നിങ്ങൾക്ക് കാണാണ്ട് പഠിക്കൊന്നും വേണ്ട, എന്താണെന്ന് മനസ്സിലാക്കി വയ്ക്കുക. പ്രൈമറി സെക്ടറും സെക്കൻഡറി സെക്ടറും ടെർഷ്യറി സെക്ടറൊക്കെ എന്താണെന്ന് മനസ്സിലാക്കി വെച്ചാൽ നിങ്ങൾക്ക് ഈ ലെസണിൽ വരുന്ന ക്വസ്റ്റ്യൻസൊക്കെ എഴുതാൻ പറ്റും. ഓക്കെ, ലെസൻ്റെ ടെക്സ്ച്വൽ ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും ഞാൻ വേറൊരു വീഡിയോയിൽ തന്നെ ഇടാം. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, ഷെയർ ചെയ്യൂ. താങ്ക് യു.